അപ്പോൾ 5000 രൂപയ്ക്ക് പുറമെ 3 തവണ അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ നമുക്ക് സാധിച്ചു. ജീവൻ രക്ഷാ മരുന്നുകൾ തുടർച്ചയായി 3 മാസത്തോളം നമുക്ക് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. കുട്ടികളുടെ പഠന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. ഒപ്പം ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല, നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നമ്മളുടെ ഡ്രൈവേഴ്സ് യൂണിയൻ അവരുടെ മുഴുവൻ വാഹനങ്ങളും കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേരള സർക്കാർ വിട്ടു നൽകി. നമ്മളുടെ പോസ്റ്റൽ യൂണിയൻ ആയിരക്കണക്കിന് മാസ്കുകൾ തയ്ച്ചുണ്ടാക്കി ക്യാമ്പുകളിൽ എത്തിക്കുകയുണ്ടായി. നമ്മൾ തിരുവനന്തപുരത്തും എറണാകുളത്തും അന്ന് പകലന്തിയോളം തെരുവിൽ നിന്ന് പണിയെടുക്കുന്ന പോലീസുകാർക്ക് ഭക്ഷണം എത്തിച്ചു. ഇതെല്ലാം ഞാൻ പറയുന്നത് ഫെഫ്ക എന്ന പ്രസ്ഥാനം എന്തുമാതിരി സംസ്കാരമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. 2 or 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ എല്ലാം പറയുമ്പോൾ ഈ കടന്നു വന്ന നാടുവഴികൾ വളരെ സുഗമമാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കാർക്കും ഉണ്ടാകണ്ട. ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തു തന്നെയാണ് ഫെഫ്ക ഇവിടെ വരുന്നത്. ഫെഫ്കയുടെ ആരംഭകാലത്ത് ബഹുമാന്യനായ ജോഷി സാറൊക്കെ ഇവിടെയുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്ര കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതിൽ നിന്ന് അതിനെല്ലാം ശേഷം പലതരത്തിലുള്ള വിമർശനം ഫെഫ്ക നേരിടുന്നു. നമ്മളുടെ 2009 തൊഴിലാളി സംഗമത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ, ഇപ്പോ ഈ ഹാളിലെ വീഡിയോ കണ്ടാൽ നോക്കൂ, എന്ത് ഗംഭീരമായിട്ടാണ് നമ്മുടെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചത്. എല്ലാ മേഖലയിലും സ്ത്രീ സാന്നിധ്യം ഫെഫ്കയിൽ ഫെഫ്ക സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ള വിമർശനം പലതവണ ഫെഫ്കയ്ക്ക് നേരെ ഉയർന്നു. അവരോട് പറയാനുള്ളത്, സൈബർ സ്പേസിന്റെ സുഖശീതളമേൽ ഇരുന്നുകൊണ്ട് സ്ത്രീവാദം പറയുന്നവരല്ല ഞങ്ങൾ. ക്യാരവനകത്തിരുന്നുകൊണ്ട് ഫേസ്ബുക്കിലൂടെ സ്ത്രീ വിമോചന പ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ തൊഴിലിടത്തിൽ ഇറങ്ങി ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ആശങ്കകൾ അകറ്റുന്നവരാണ്. ഫെഫ്ക അടിസ്ഥാനപരമായും തൊഴിലാളി സംഘടന. സ്ത്രീയും പുരുഷനും പ്യുവർ സെക്സ്വാലിറ്റി, കറുപ്പും വെളുപ്പും, ഏതു മതവും ഏതു ജാതിയുമായിക്കോട്ടെ, അതെല്ലാം അവസാനം തൊഴിലാളി എന്ന ഒറ്റ സമ്പർക്കത്തിൽ ഉള്ളൊതുങ്ങി ഒരു മഹാസ്വത്വമായി പരിണമിക്കുന്നു. അതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അഭിമാനിക്കുന്നു ഞങ്ങൾ തൊഴിലാളികളാണ് എന്ന് പറയുന്നത്. ഫെഫ്കയുടെ ഏറ്റവും വലിയ സംഭാവന 2008 ഞാനൊരു തൊഴിലാളിയാണ് എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവർക്ക് ഇന്ന് തല ഉയർത്തി നിന്ന് നെഞ്ചു തിരിച്ചു പറയാം, അതെ ഞാനൊരു തൊഴിലാളിയാണ് എന്ന്. ഈ ഹാളിൽ ഇരിക്കുന്നവരെല്ലാവരും തൊഴിലാളികളുടെ ആ ആത്മാഭിമാനത്തിന്റെ പേരാണ് ഫെഫ്ക.